കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലാ സ്ഥലത്തും വളരെ സജീവമായ പ്രവർത്തന രംഗത്താണ്. കൊല്ലം കോർപ്പറേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിലെ എല്ലാ സ്ഥാനാർത്ഥികളും സജീവമായ പ്രവർത്തന രംഗത്തുണ്ട്. കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് വളരെ വലിയ ഒരു കുതിച്ചുചാട്ടം വികസന മേഖലയിൽ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴും ഇവിടെ പറയുന്നത്, കൊല്ലത്ത് കേരളത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷൻ സർക്കാരുമായി ചേർന്നുകൊണ്ട്, സംസ്ഥാന സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുകൊണ്ട് IT ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വ്യവസായ വികസനത്തിന് വേണ്ടി ഫണ്ട്, അതിനു വേണ്ടിയിട്ട് ഭൂമി ഉപയോഗിച്ച്, അവരുടെ കയ്യിലുള്ള ഭൂമി ഉപയോഗിച്ച് വികസന പരിപാടി നടത്തുന്നത് ഇവിടെ ആദ്യമായിട്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞതാണ് അങ്ങനത്തെ ഒരു സ്കീം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലം IT പാർക്ക് വരുന്നത് കൊല്ലത്താണ്. അതിൻ്റെ ഒരു ഭാഗം കൊല്ലത്ത് ചിന്നക്കടയിൽ തന്നെ വരുന്നു, ആണ്ടാമുക്കത്ത്. വർക്ക് നിയർ ഹോമിൻ്റെ തറക്കല്ലിട്ട് കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ അവിടെ ആലോചിക്കുന്നു എന്ന് മാത്രമല്ല, അവർ ആലോചിച്ചത്, അന്ന് അവർ ഭൂമി കാണിച്ചത്, പണ്ട് ചണ്ടി ഡിപ്പോ എന്ന് പറഞ്ഞ് മാറ്റി ആരും കടന്നു പോകാതിരുന്ന സ്ഥലം അതിപ്പം മാലിന്യമുക്തമാക്കി അവിടെയാണ് IT പാർക്കിൻ്റെ അടുത്ത ഘട്ടമെന്ന നിലയിൽ ഒരു സ്ഥലം കാണിച്ചു തന്നത്. ഇതെല്ലാം കൊല്ലം കോർപ്പറേഷനിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. കൊല്ലത്ത് നഗരത്തിലെ വികസന കാര്യങ്ങൾ, പുതിയ കോടതി, ആശുപത്രി, ടൂറിസത്തിൻ്റെ ധാരാളം പദ്ധതികൾ, മാലിന്യമുക്തിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ, കുടിവെള്ളത്തിന് ഏറ്റവും വലിയ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്, റോഡിൻ്റെ വികസനം, ഇതെല്ലാം നടക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നടക്കുകയാണ്. ഇത് കൊല്ലം ജില്ലയിലാകെയും കേരളത്തിലാകെയും വലിയ തോതിലുള്ള മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയായിട്ട് രണ്ടാം പിണറായി സർക്കാർ വന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ തുടർച്ചയായിട്ട് ഈ കാര്യങ്ങൾ നടത്താൻ ഇത്രയേറെ കഴിഞ്ഞത്. ഏകദേശം 90,000 കോടി രൂപയുടെ വലിയ പദ്ധതികൾ കിഫ്ബി എന്ന് പറയുന്ന ഏജൻസി ഉൾപ്പെടെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നടക്കുന്നത് കേരളത്തിലാണെന്നുള്ളതുകൊണ്ട് ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. സാമൂഹ്യക്ഷേമ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തുന്ന ഗവൺമെൻറ്റുമാണ്. ഇപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിച്ചു. അതുപോലെ സ്ത്രീകൾക്ക് ഒരു സുരക്ഷാ പദ്ധതി എന്ന നിലയിൽ 1000 രൂപ വെച്ച് 35-നും 60-നും ഇടയ്ക്കുള്ളവർക്ക് നൽകാനുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചു. കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക്, വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് കണക്റ്റ് വർക്ക് എന്ന നിലയിൽ അവർക്ക് മാസം 1000 രൂപ കൊടുക്കാനുള്ള ഒരു പദ്ധതി. അതുപോലെ കുടുംബശ്രീക്ക് ADS-നുള്ള അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ മാസവും 1000 രൂപ വെച്ച് ഓരോ ADS-നും കൊടുക്കുന്നൊരു പദ്ധതി. ഇതെല്ലാം നേരത്തെ അനൗൺസ് ചെയ്തതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്യാബിനറ്റ് തീരുമാനം പറഞ്ഞു. അതിനുശേഷം ഞാനും പത്രങ്ങളെ കണ്ട് സംസാരിച്ചിരുന്നു. ആശ, അംഗൻവാടി തുടങ്ങിയ മേഖലകളിലെല്ലാം ഈ കാര്യങ്ങൾ ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ DA, DR അതെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ പണമുണ്ടോ, ഇതൊക്കെ ചുമ്മാതെ പ്രഖ്യാപിക്കുന്നതല്ലേ എന്നാണല്ലോ നേരത്തെ ചോദിച്ചത്. പക്ഷേ 3600 രൂപ വെച്ച് ആളുകളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു. പഴയ ഒരു കുടിശ്ശികയുമില്ല കേരളത്തിൽ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ ക്ഷേമ പെൻഷൻ കൊടുത്തു. ഇനിയും അത് കൃത്യമായി നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഗവൺമെൻറ് കഴിയും. അതൊക്കെ കൃത്യമായി ആ കാര്യങ്ങൾ എല്ലാ രംഗത്തും നടക്കും എന്നുള്ളത് വന്നു. അപ്പോൾ ഇതെല്ലാം ഇടതുപക്ഷമെന്ന് പറയുന്നത് വലതുപക്ഷത്തെക്കാളും വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം. കുറച്ചാളുകൾക്ക് വേണ്ടി മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെയും സർക്കാരുകളുടെയും വരുമാനം നാടിൻ്റെ വികസനത്തിനും പുതിയ തൊഴിലവസരത്തിന്, അതുപോലെ നല്ല നാഷണൽ ഹൈവേ വരുന്നതും വിഴിഞ്ഞം തുറമുഖം വരുന്നതും പുതിയ സ്ഥാപനങ്ങൾ വരുന്നതും പുതിയ തലമുറയ്ക്ക് തൊഴിൽ കിട്ടാനാണ്. ആ തൊഴിൽ കിട്ടാനും സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്താനുമുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക ഗവൺമെൻറ് എന്ന നിലയിൽ അത് ഇടതുപക്ഷത്തിന് മുൻകൈയുള്ള, ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സജീവമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഇവിടുത്തെ പരിപാടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്.